രേണു സുധിയാണ് വിഷയം. അത് ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടില്ല, ഔട്ട് സൈഡാണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് ഇറങ്ങി അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. രേണു സുധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും ഞാൻ വിശദീകരണത്തിന് തരാതെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ രേണു സുധിക്ക് വീട് വെച്ച് കൊടുത്ത ആൾ വന്നു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. കുറച്ച് ഭാഗം മാത്രമാണ്. ആക്ച്വലി പുള്ളി നിരന്തരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അവർ അതിനകത്ത് പോയ ശേഷം പിന്നെ അത് പറയേണ്ട അവസ്ഥയുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. ഏതായാലും പുള്ളി പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു അപ്രൂവൽ കിട്ടിയെന്ന്, ഇത് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് പുള്ളി പറയുന്നതെന്ന് കേൾക്കാം. സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കാം. നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ട കലാകാരൻ്റെ വീടിൻ്റെ അപ്രൂവൽ ഇന്നലെ നമുക്ക് കിട്ടി. നമ്മൾ കൊടുത്ത ഡ്രോയിങ്ങിനകത്ത് ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ നമുക്കതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങൾ, ഒരുപാട് ഓൺലൈൻ മീഡിയാസ്, അതുപോലെ തന്നെ ഈ ഞാൻ മുൻപ് ഇട്ട വീഡിയോസ് കണ്ടിട്ട് അതിൽ കമൻറ്റ് ചെയ്ത, അതിൽ ഷെയർ ചെയ്ത, അതുമായിട്ട് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ സംസാരിച്ച ഒരുപാട് വ്യക്തികളുടെ സപ്പോർട്ടുണ്ട്. അതെല്ലാം ഒത്തിരി സന്തോഷത്തോടെ കൂടെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വലിയൊരു ഒരു കഥ ഉണ്ട്. ഈ ഒരു അപ്രൂവൽ എന്തുകൊണ്ട് ഡിലേ ആക്കി എന്നതിനകത്തൊരു വലിയ കഥ എടുക്കുന്നുണ്ട്. ആ കഥ ഞാൻ പറയാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കണം. നമുക്ക് ആദ്യമായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാനും ഈ പാഷാണം ഷാജിയും അതുപോലെ തന്നെ സംഘടനയിലുള്ള അലക്സ് എന്ന് പറയുന്ന ആളും കൂടെ പോയിട്ടാണ് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നത്. അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ ആ സ്ഥലം ആൾമോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് 7 സെന്റ് സ്ഥലം, ആൾമോസ്റ്റ് 7 സെന്റ് സ്ഥലം സുധിയുടെ വീടിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ഇദ്ദേഹം ഈ ഒരു വാഗ്ദാനം തന്നു. നമ്മളവിടെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ട് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ചു. ആ സ്ഥലം ഒരുപാട് കേസുകളുള്ള സ്ഥലമാണ്, അങ്ങനെയാണ് അത് നിങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഫ്ലവേഴ്സുമായിട്ട് സംസാരിച്ചു. ഫ്ലവേഴ്സ് അതിൻ്റെ ലീഗൽ പരമായിട്ടുള്ള എല്ലാ വശങ്ങളും ചെക്ക് ചെയ്തു. അതിൻ്റെ പേരിൽ കേസോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഒരു പ്രശ്നവുമില്ല എന്ന് അവിടുത്തെ വക്കീലേഴ്സ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കൺഫർമേഷൻ തന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 12 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ അമ്മച്ചി സൗജന്യമായിട്ട് നൽകിയതാണ്. അമ്മച്ചിയുടെ മരണശേഷം അത് അമ്മച്ചി അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ അമ്മച്ചിയെ നോക്കിയിരുന്നതും ശുശ്രൂഷിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മച്ചി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധുക്കൾ, ചില ബന്ധുക്കൾ ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ട് കേസ് കൊടുക്കുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതി ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ റീസെൻ്റ്ലി 2-3 വീഡിയോസ് ഈ അമ്പലവേല അച്ഛൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, രേണു സുധി എന്നെ കൊല്ലാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയും ഡെപ്തിൽ രേണു അത് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതിനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ എന്തോ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയതും ഈ ഒരു വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം. രേണു അത്ര വലിയ കുഴപ്പക്കാരിയാണോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗമില്ല. നന്ദി കെട്ടവളാണ്, അത് സമ്മതിച്ചു. ഇപ്പോൾ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ വേറെയും പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ കിളിപോയൊരു സാധനമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രേണുവിനെ. ഇത് രേണു സപ്പോർട്ടൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം സംശയത്തോടു കൂടി പറയട്ടെ, ഈ അച്ഛന് 12 ഏക്കർ വസ്തു അമ്മച്ചി കൊടുക്കുന്നു. സ്വാഭാവികമായും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രശ്നം, പരസ്പരം വെടിവെച്ച് വരെ കൊന്നുകളയും ഇവർ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് വസ്തു തർക്കം വന്നു കഴിഞ്ഞാൽ. ഒരു സഹോദരി ബോധമുള്ള മനുഷ്യരല്ല. സത്യത്തിൽ ഈ ഫൈസലിനെയൊക്കെ ഇവർ ട്രാപ്പാക്കിയാണോ, ഈ ബിഷപ്പച്ചൻ ശരിക്കും ട്രാപ്പാക്കിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്താണെന്നറിയോ, ഈ വസ്തു വിറ്റുപോകാൻ ആകെ കണ്ടൊരു സൊല്യൂഷൻ ഇതായിരിക്കാം. രേണു സുധിക്ക് അതിനകത്തൊരു വീട് വരിക, അതിന് അപ്രൂവൽ കിട്ടുക, രേണു സുധി കാലങ്ങളോളം അതിനകത്ത് താമസിക്കുക, അതൊക്കെ നല്ല രീതിയിൽ മീഡിയ അറ്റൻഷൻ കിട്ടുക. ഇൻഫാക്റ്റ് ഞാൻ പോലും അവിടെ കുറച്ച് വസ്തു വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ചെറിയ ഒരു പിൻവാങ്ങലുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, എന്തൊക്കെ സംതിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം വരത്തില്ലല്ലോ. ഇപ്പോൾ 12 ഏക്കർ വസ്തു ഈ മകന് വേണ്ടിയിട്ട് അമ്മച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദി കൊണ്ടായിരിക്കാം. അമ്മച്ചിക്ക് ഈസി ആയിട്ടങ്ങ് കൊടുത്തിട്ട് പോകാൻ പറ്റി, മകൻ പക്ഷെ പ്രതികൂട്ടില്ല. ഇത് എങ്ങനെയും വിറ്റുമാറി പുള്ളിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിയണമെന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുള്ളിയുടെ ജീവൻ അപകടത്തിലാണ്. അത് രേണു സുധി മൂലമല്ല, ബന്ധുക്കൾ മൂലം തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബന്ധുക്കൾ ഇങ്ങനെ ഒരു കേസ് കൊണ്ട് പോകുന്നത്? അമ്മച്ചി സന്തോഷപൂർവ്വം എഴുതി കൊടുത്തതല്ലേ, പള്ളിയിലെ അച്ഛനല്ലയോ? പിന്നെ ഇത്തരത്തിൽ പോകുന്ന ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ബന്ധുക്കൾ എന്തുകൊണ്ട് കാണിച്ചില്ല? അപ്പോൾ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ചിഞ്ചിൻ. ബാക്കി കേൾക്കാം. സ്വാഭാവികമായിട്ടും കോടതി അത് നിരീക്ഷണങ്ങൾ നടത്തി, അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടദാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മച്ചി കൊടുത്തതാണെന്നുള്ള കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി അദ്ദേഹത്തിന് ഒരു ഒബ്ജക്ഷൻ ലെറ്റർ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് ഏകദേശം 6.25-7 സെന്റിൻ്റെ അടുത്ത് സുധിയുടെ 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു.
പക്ഷേ പിന്നീടും അവിടെ ഈ നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ, ഒരുപാട് വ്യാജ പരാതികളെല്ലാം അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഈ കുടുംബക്കാർ. അതാണ് ആക്ച്വലി അവരുടെ ഒരു പരാതിയാണ് ഇതിൻ്റെ പുറകിൽ ഈ വീടിൻ്റെ പണിയുടെ അപ്രൂവൽ തരാതിരിക്കാൻ കാരണമെന്നാണ് നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ കിട്ടിയ സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ പാടില്ല. അത് അവിടെ സ്ഥലം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരോട് അതിന് കേസുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അതിന് പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചിട്ട് ആ കച്ചവടം കംപ്ലീറ്റ് മുടക്കുക. അദ്ദേഹത്തിനാണെങ്കിൽ സ്ഥലം വിറ്റ് പോകണം, അദ്ദേഹത്തിന് വേറെ എവിടെയോ ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്കണവാടി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ എന്തോ സേവാ സംഘം എന്തോ സംതിങ് അമ്പലത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സുധിയുടെ കുടുംബത്തിന് സ്ഥലം കൊടുത്തു. അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറയുന്ന സ്ഥലം ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് 50 അല്ലെങ്കിൽ 30 ലക്ഷം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സ്ഥലത്തിനൊരു കേസ് ഉണ്ട് എന്ന് നമ്മുടെ താരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കാണ് അവിടെ തുടങ്ങുന്നത് ഈ ബിഷപ്പിനെതിരെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംഘം പഞ്ചായത്തിൽ പോവുകയും പഞ്ചായത്തിൽ പോയിട്ട് ഈ സ്ഥലം കേസിലാണെന്ന് പറയുകയും ഇതിന് അപ്രൂവൽ കൊടുക്കരുതെന്ന് പറയുകയും ഈ വീടിനെതിരെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പഞ്ചായത്ത് ഇല്ലാത്ത ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അപ്രൂവൽ വൈകിയത് എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് എന്താ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവരുടെ ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ നോബൽ ഫിലിപ്പ് അമ്പലവേലിക്കെതിരെ അവർ കേസോ മറ്റോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരും നോബൽ ഫിലിപ്പും തമ്മിൽ നടത്തട്ടെ. നമ്മളെ സമയത്തോളം എന്ന് പറഞ്ഞാൽ സുധിയുടെ 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കരമടച്ച് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി എല്ലാം ചെയ്ത ഒരു സ്ഥലവും ഈ നോബൽ ഫിലിപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിനകത്ത് ഈ നോബൽ ഫിലിപ്പിന്റെ ബന്ധുക്കൾ നന്നായി കളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് രേണുവിനെ കൊണ്ടെത്തിച്ചതും ഇതൊക്കെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ആരൊക്കെ ഇതിന്റെ പിറകിൽ നന്നായി കളിച്ചിട്ടുണ്ട്. രേണു ശരിക്കും പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ബൂസ്റ്റപ്പ്, നിങ്ങൾ മറ്റാർക്കും കിട്ടാത്ത ഒരു മീഡിയ അറ്റൻഷൻ രേണുവിന് കിട്ടുന്നു. അതിൻ്റെ കൂടെ രേണുവിന് പൈസ കൊടുത്തിട്ടായിരിക്കും ഇവരൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവുക. അത്രയ്ക്ക് മാത്രം എന്താണ് രേണുവിലുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യമില്ലാതെ പെണ്ണെ വിളിച്ച് ഇങ്ങനെ മീഡിയകൾ ഇവിടെ പിറകെയായിരുന്നു. അത്ര വലിയ മണ്ടത്തരങ്ങൾ പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല. അഹങ്കാര വർത്താനമുണ്ട്. പക്ഷേ എക്സ്ട്രീമിലി ഈ പെണ്ണിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുകയോ ബൂസ്റ്റപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തത് ഈ പറയുന്ന നോബൽ ഫിലിപ്പിൻ്റെ ആൾക്കാരായിരിക്കാനാണ് ചാൻസ്. ബന്ധുക്കളാണ് തീർച്ചയായിട്ടും. സ്വത്ത് എന്ന് പറയുമ്പോൾ 12 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ മിനിമം 1 ഏക്കറിന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം സെൻറ്റിന് ഒരു 3 ലക്ഷം രൂപ ഉണ്ട് അവിടെ. പോട്ടെ 2 ലക്ഷം രൂപ, പോട്ടെ 1 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോൾ 1 കോടി രൂപ, 12 കോടിയിലെ വസ്തുവകകളാണ് അവിടെ കിടക്കുന്നത്. വിടുമോ ആൾക്കാർ? ഇദ്ദേഹം മരണപ്പെട്ടാൽ ആ കിട്ടുന്ന വസ്തുവകകളുടെ അവകാശികളായി പോകുന്നത് ഇവരുടെ ബന്ധുക്കളായിരിക്കും. അവർ നന്നായി കളിക്കുന്നുണ്ടെന്നാണ്. പൈസയല്ലേ പുള്ളേ, വിടുവോ? അപ്പോൾ ഇതിനകത്ത് ശരിക്കും മറ്റൊരു ചിത്രം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. എനിക്കിത് കണ്ടന്റ് അല്ല, മനസ്സിലായ കാര്യമാണ്. രേണുവിൻ്റെ ക്യാരക്ടർ ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്യാരക്ടറൊക്കെ അനലൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ചില കുൽസിതങ്ങളും കുറച്ച് ഓവറായിട്ടുള്ള ഇതൊക്കെ അവൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അഥവാ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി രേണു എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോയും കൂടി പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ട്. ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. അച്ഛാ, നിങ്ങൾ ചെയ്തൊരു കള്ളത്തരം ഇപ്പോൾ ഒളിയിൽ വരികയാണ്. അത് പുള്ളി ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് ചെയ്ത ഒരു വ്യൂ ആണെങ്കിൽ പോലും നിങ്ങളെല്ലാം ലോക കള്ളനാണെന്നുള്ള തെളിവാണ് ഇപ്പോൾ ഈ പറയുന്നത്. അത് തീർച്ചയായിട്ടും കറക്റ്റ് അല്ലേ? ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു വസ്തു ആ പാവപ്പെട്ട കൊച്ചുങ്ങളുടെ പേർക്ക് എഴുതി കൊടുത്തത് എന്തിനാണ്? അതിനകത്തേക്ക് 25 ലക്ഷം രൂപയുടെ വീടും അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്തെങ്കിലും ഒരു ക്രയവിക്രയത്തിന് അവർക്ക് പോകാൻ പറ്റുമോ? ഇനി അതൊന്ന് വിൽക്കണമെന്ന് വെച്ചാൽ പോലും നടക്കുമോ? നിങ്ങളുടെ ബന്ധുക്കൾ ഇത്രയും ശക്തരായി നിങ്ങളെപ്പോലും അടിച്ചിടുന്നിടത്ത് രേണുവിനെ അവർ വെറുതെ വിടുമോ? ആ കുട്ടികളുടെ അവസ്ഥയൊന്നും ഓർക്കണ്ടേ? സത്യത്തിൽ ഇവരൊക്കെ എല്ലാവരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്തതാണ്. ഫൈസൽ എന്തിനായിരുന്നു ഇത് ചെയ്തത്? ഈ ഒരു വിഷയത്തിൽ കൂടെ അദ്ദേഹം വെച്ചു കൊടുത്ത വീടിന് ഒരു ഹൈപ്പ് കിട്ടും. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടും. വിത്തൗട്ട് എനി പെനി. ഈ പറയുന്ന പൈസ എല്ലാം തന്നെ നാട്ടുകാർ കൊടുത്തതാണ്. ഇത് ഒരു എല്ലാവരോട് ചേർത്ത് സഹകരിച്ചിട്ട് നടന്ന ഒരു ഡൊണേഷനാണ്. അതിൻ്റെ പേരിലാണ് ആ വീട് വെച്ചു കൊടുത്തത്. ഇദ്ദേഹം പറയുന്നത് ഒരുപാട് ചിലവായി. അത്രയും ചിലവാക്കാൻ രേണു പറഞ്ഞില്ലല്ലോ. ഒരു വീടല്ലേ വേണ്ടുള്ളൂ. ആ വീട് കുറഞ്ഞ നിലവിലും വെക്കാമല്ലോ. 5 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കുന്നവരുണ്ട്, 10-നും വെക്കുന്നുണ്ട്. ഇങ്ങനെടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ 25 ലക്ഷം രൂപയ്ക്ക് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക മാത്രമല്ല, ഫർണിച്ചർ ഉൾപ്പെടെ സർവത്രവും ഓരോരുത്തരുടെ സ്പോൺസർഷിപ്പ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. ആകെ മൊത്തത്തിൽ രേണുവിന് കിട്ടിയ ഈ ഒരു വീടും പറമ്പും ഈ പറയുന്ന രീതിയിലുള്ള ഫർണിച്ചർ ഉൾപ്പെടെ തൊടാൻ പറ്റത്തില്ല എന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അവളെ കൊണ്ട് ഇതൊക്കെ പറയിച്ചതും ഈ രീതിയിൽ സ്ക്രൂ അടിച്ച് ഈ പ്രശ്നം വഷളാക്കിയതും പുറകിൽ നിന്ന് കളിക്കുന്ന ഒരു പറ്റം സംഘമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്.
ഫൈസൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കത്തില്ല. ഇനി ഇദ്ദേഹത്തിന്റെ കാര്യം പറയാം. ഇദ്ദേഹത്തിന് ഈ വസ്തു വിറ്റു പോകത്തില്ല, വേറെ ആരും വാങ്ങിക്കത്തില്ല. കാരണം ആര് വന്ന് ചോദിച്ചാലും അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാനും കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെയുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുവച്ചിരുന്നു. എൻ്റെ വസ്തുവിന് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് പോലും ആളുകൾ മടിക്കുന്ന റീസൺ അതിനെന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് അവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു വസ്തു ഏതെങ്കിലും രീതിയിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരുതരം ഉദാര മനസ്കതയോടെ കൊടുത്തു എങ്കിൽ വീണ്ടും വീണ്ടും അച്ഛൻ വന്നിരുന്നുകൊണ്ട് അവൾക്കെതിരെ വീഡിയോ ചെയ്യത്തില്ല. ആരോ കൊല്ലാൻ വരുന്നു, ആരോ പ്രശ്നക്കാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ശത്രുക്കൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യം നിങ്ങൾ രഹസ്യമാക്കി വെച്ചു. എല്ലാം കൊണ്ടുവന്ന് ആ പെങ്കൊച്ചിൻ്റെ തലയിലിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അല്പം പോലും ദയവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം ഒരു പാതിരിയല്ലയോ, കുറച്ചൊക്കെ ഒരു ഇത് കാണിക്കാമല്ല, പെണ്ണോട് ഒരു അല്പം സഹതാപം കാണിക്കാം എന്നാണ് എൻ്റെ ഒരു ഭാഗം. നിങ്ങൾ കൊടുത്ത വസ്തുവകളെ കുട്ടികൾക്കാണ് കൊടുത്തെങ്കിൽ ആ ഒരു കാര്യം വരെ നിങ്ങൾക്ക് കയ്യൊഴിയാലോ. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യം, ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു, ഞാൻ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പൊയ്ക്കോ എന്ന് പറയാമല്ലോ. പകരം നിങ്ങൾ കോൺസ്റ്റന്റ്ലി ആളുകൾക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. എന്തടിസ്ഥാനത്തിൽ? അപ്പോൾ ഇത് കൂടുതൽ ഹൈലൈറ്റായി നിൽക്കട്ടെ, ഇത് കൂടുതൽ ഇത് വരട്ടെ എന്ന് അതൊക്കെ സമ്മതിച്ചു. അതൊക്കെ നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. പക്ഷേ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി രേണു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി താങ്കൾക്ക് തോന്നുന്നില്ല? ഒന്നാമത്തെ കാര്യം, താങ്കളുടെ ബന്ധുക്കൾ തന്നെ താങ്കളെ കൊല്ലാൻ നടക്കുകയാണ്. എന്നിട്ടും ഈ പ്രശ്നം കൊണ്ട് ആ പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു. ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുമ്പോഴാണ് അതിനെന്തെങ്കിലും പ്രശ്നമെങ്കിൽ അത് സ്റ്റോപ്പായി ചെയ്യേണ്ടത്. ഈ സ്ഥലം ആൾറെഡി സുധീര 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ പ്ലോട്ടിൽ തന്നെ അവിടെ തന്നെ വേറെ 2 ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞു. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു സംഘം അദ്ദേഹത്തിന്റെ കുറച്ച് ബന്ധുക്കൾ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കോടതി തള്ളിക്കളയുക, എന്നിട്ട് മുൻപ് കൊടുത്ത ഫയലിന്റെ ഫോട്ടോ കോപ്പിയും മറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ട് വീണ്ടും പഞ്ചായത്തുകളിലും വില്ലേജുകളിലും പോയിട്ട് ഇയാൾക്കെതിരെ ഒരു അറ്റാക്ക് തുടങ്ങുക. അതിന്റെ ഭാഗമായിട്ടാണ് സുധിയുടെ വീട് പണിയുടെ അപ്രൂവൽ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പഞ്ചായത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവസാനമായി കൊടുത്ത, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊടുത്ത അപ്രൂവൽ പ്ലാൻ പ്രകാരം അവർ നമുക്ക് അതിന്റെ അപ്രൂവൽ ഇന്നലെ തന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടി എന്നാണ് പറയുന്നത്. നല്ല കാര്യം, സന്തോഷം. നല്ല രീതിയിൽ ആ അപ്രൂവൽ കിട്ടിയത് സന്തോഷം തന്നെയാണ്. പക്ഷെ ഓർത്ത് നോക്കൂ, വസ്തുവകകൾ വിൽപ്പന നടത്തിയതിന് ശേഷം കരം തീർത്ത റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനകത്തൊരു ബിൽഡിംഗ് വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ തക്കവണ്ണമുള്ള അതായത് റെക്കമെൻഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. അത് ഫാദറിൻ്റെ സൈഡിൽ നിന്നാണ്. ഫാദർ ഈ കാര്യം ജെന്യുവിനായി പുറത്ത് പറയുകയാണ് വേണ്ടല്ല, രേണുവിൻ്റെ തലയിൽ കയറുകയല്ല വേണ്ടത്. ഞാൻ രേണു സുധിയെ അനുകൂലിച്ച് ചെയ്തതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എനിക്കിതിനകത്ത് ആ പെങ്കൊച്ചിനെ വലിച്ചിടുന്നതിനോട് ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇതൊരു കള്ളത്തരമാണ്. എല്ലാം നമ്മൾ പറയുമ്പോഴും ഈ ഒരു കള്ളത്തരം കേട്ടുകൊണ്ട് മൂളാൻ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. ഇത് ശരിയായൊരു നടപടിയല്ല. ആ വസ്തു റിലേറ്റഡ് ആയിട്ട് സംതിങ് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിൻ്റെ പേരിലാണ് ഈ വധഭീഷണിയായാലും വധശ്രമമായാലും ഈ ഫാദറിനെതിരെ നടക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ആരും രേണു ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇനി ഇയാൾ മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും ആദ്യം പോലീസ് പൊക്കുക രേണുവിൻ്റെ അച്ഛനെ ആയിരിക്കും. അത്തപ്പാടികൾ അന്നുള്ള അന്നത്തിന് കഷ്ടപ്പെടുന്ന ആ മനുഷ്യർക്ക് കൊട്ടേഷൻ കൊടുക്കാനും മാത്രമുള്ള ഇതുണ്ടോ എന്ന് കോമൺ സെൻസോടെ ചിന്തിച്ചാൽ മനസ്സിലാകും. എല്ലാം ശരി, ഇത് കുറച്ച് ഓവറാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ അതെനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും. നന്ദി.